അല്ല മടക്കി എടുത്തോണ്ട് പോയിട്ട് വരാം. പിന്നെ അവിടെ താമസിക്കാനാണോ പോകുന്നത്? അതാ എളുപ്പം പോയിട്ട് വരാം. ഇവിടോ ഇവിടെ ഇരിക്കാൻ എനിക്ക് സമയമില്ല. എന്തോ പോവാൻ നേരത്ത് എന്തോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇതെന്തോ ഇങ്ങനെ അങ്ങനെ രസമുള്ളതുകൊണ്ടായി പൈസ ഇടയ്ക്കിടയ്ക്ക് മുടക്കേണ്ടി വരും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു പ്രിയങ്ങളെ, വന്നിട്ട് റേഷൻ വാങ്ങിക്കാൻ പോയി. ഈ മാസത്തെ റേഷൻ മേടിച്ചിട്ടില്ലായിരുന്നേ, അത് വാങ്ങിച്ചു. പിന്നെ ഇത് ചക്കയുപ്പേരി അമ്മ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. മുന്നിക്കൂട്ടം കണ്ട മൊത്തം കൂടെ എടുത്ത് വെച്ചങ്ങ് പൊറിച്ചുകൊണ്ടിരിക്കുവേ. അമ്മ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. പ്രത്യേകം പറഞ്ഞവനെ കാണിക്കരുത്, ഇനി എന്നോട് വഴക്കിടുമെന്ന്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് വാങ്ങിച്ചു. വെളുത്തുള്ളി തീർന്നായിരുന്നു, അതും വാങ്ങിച്ചു. അമ്മയ്ക്ക് ഇച്ചിരി കഷ്ണം മീൻ മേടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. 1 കിലോ കേര മേടിച്ചു. അത് അമ്മയുടെ കൊടുത്തു. അമ്മ അത് കറി വെക്കാൻ തുടങ്ങുന്നു. കപ്പ വേവിച്ച് ഞാൻ കപ്പ വേവിച്ചത് എടുത്തുകൊണ്ട് പോയിരുന്നു. നമുക്ക് ഇമ്മിണി മീൻകറി ഇരിപ്പാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു സാറ് താമസിക്കുന്നുണ്ട്. സാറിൻ്റെയൊക്കെ വസ്തു അമ്മയുടെ വീടിനോട് ചേർന്നുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു വാഴക്കൊല നിന്നതാണ്. സാറിൻ്റെ ബന്ധുക്കൾ അവിടെ ഉണ്ട്. അവരോട് പറഞ്ഞിട്ട് അവർ പോയി വെട്ടി. ആ ചേച്ചി അപ്പം അമ്മയ്ക്കും എനിക്കും അവിടെ എല്ലാവർക്കും ഈ കൊല പകർത്ത് കൊടുത്ത് എനിക്കും തന്നു. അതാണ്. അപ്പം ഇതിനി പഴുപ്പിക്കണം. പഴുപ്പിച്ചിട്ട് നമുക്ക് അരിക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ, മീഷോയിലല്ല. മീഷോയിൽ എന്തോ സംതിങ് പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു. ഇത് സെറ്റ് ചെയ്യുമൊന്നും വേണ്ട തോന്നുന്നു. നോക്കട്ടെ. ഈ 2 തട്ടുള്ള സ്റ്റാൻഡാണ്. ഇത് ഞാൻ വാങ്ങിയത് ഇവിടെ ഈ പൊടി ഐറ്റംസ് ഒക്കെ ഞാൻ അത്യാവശ്യമുള്ളത്, അതായത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, കടുക് അങ്ങനെയൊക്കെ ഉള്ളത് ഈ തട്ടിൽ വെച്ച് ഇവിടെ വെക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഓർഡർ ചെയ്ത സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വെക്കാനും ആ ഷെൽഫിൻ്റെ അടുക്കിലോട്ട് പോകണമല്ലോ. ഇത് ഇച്ചിരി ഇവിടെ കയ്യെത്തുന്നിടത്ത് വെച്ചാൽ നമുക്ക് ഈസിയാണല്ലോ എന്ന് വിചാരിച്ചാട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിലെ വലിയ പണികളൊന്നുമില്ല. നമുക്കിതൊക്കെ പെറുക്കി ഒതുക്കിയൊക്കെ വെക്കാം കേട്ടോ. മടിയോ?
പുരുഷന്മാരാളുകൾ പ്രകാരം കിടക്കാനും താപീകളുടെ വഴിയും മുടിക്കാനും പരിഹാരങ്ങളുടെ ഏർപ്പെടുത്തി ഈശാനെ ഞങ്ങളുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പോഴും ധ്യാനിക്കാൻ ആ ചരിത്രത്തിൽ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും എല്ലാം വളരതരമായ വൃക്ഷം പോലെ ഇരിക്കും. നാം ജീവൻ സൗഖ്യം സാധിക്കും. പുരുഷന്മാർ അങ്ങനെയല്ല. അവർ കാറ്റ് വരുന്ന പല്ല് പോലെ അത്ര ആചാര പുരുഷന്മാർ ഞാൻ സ്വസ്ഥയും പാപികൾ നീതിമാരുടെ സഭയിലും നിർണ്ണയം ചെയ്യില്ല. യഹോവ നീതിമാരുടെ വഴി അറിയുന്നു, പുരുഷന്മാരുടെ വഴികൾ അനന്തരമാകുന്നു. വെച്ചിട്ട് ഇത് താഴെ ചായ വേണ്ടേ? തണുത്തു, അവിടെ വെച്ചാൽ മതിയോ? ഇത്രയും ഫാൻ കൂട്ടിയിട്ടേക്കുന്നേ, കുറയ്ക്കണോ? കുറച്ച് പോയി, അത് പേപ്പർ പറക്കുന്നേ, അതുകൊണ്ട് വരയ്ക്കും. അത് റഫ് പേപ്പറിനകത്ത് വരച്ച് നോക്കണം, എന്നിട്ട് വേണം നോട്ട് ബുക്കിനകത്ത് വരയ്ക്കാൻ കേട്ടോ. സത്യമായിട്ടും. പിന്നെ ആ കിച്ചണില് ഈ വൈറ്റ് പേപ്പറൊക്കെ ഒട്ടിച്ചപ്പോ നല്ല നല്ല ബ്രൈറ്റൻ ആയത്. അതെ അതെ, നല്ലായി. ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു, ഓരോന്നോരോന്ന് ഇങ്ങനെ നട്ടോണ്ടിരിക്കുക. അതെല്ലാം പതുക്കെ ചെയ്താലും മതി. കാരണം ഇത് കൊള്ളാം, നന്നായിരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ വെള്ളം ഒട്ടിച്ചതും എല്ലാം. പിന്നെ ഈ പാത്രങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്ന ആൾക്കാർ പറയുന്നെന്ന് പറഞ്ഞില്ലേ, കാരണം നമ്മള് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നതായിരിക്കണം. എന്നുവെച്ചാൽ അത് വലിയ കിച്ചൺ അല്ലേ, കുറച്ച് സ്പേഷ്യസ് കിച്ചൺ അല്ലേ, അത് ഒരുപാട് സ്ഥലമല്ലേ. അപ്പം അത് ഇനി സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് സോർട്ട് ഔട്ട് ചെയ്യുമ്പം ശരിയാവുമായിരിക്കും. കൊറേയൊക്കെ ഒതുക്കി ചേച്ചി, കൊറേയൊക്കെ ഒതുക്കി വരുന്നേ ഉള്ളു. ഈ ആൾക്കാർ പറയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിതുവരെ ഒരു കമന്റ് ഇട്ടു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു കമന്റ് ഇട്ടതേ ഉള്ളൂ ഒരു ദിവസം, ഈ വീട് നിങ്ങൾ താമസിക്കുന്നത്. അത് കണ്ടപ്പോ എനിക്ക് കമന്റ് ഇടാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ എനിക്ക് സമാധാനമുണ്ട്. പിന്നെ മോനുകുട്ടനും മുത്തിനും ഒക്കെ സുഖമാണല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. കുളിച്ച് ജപിച്ച് വന്ന പ്രിയങ്ങളെ, ദേ നമ്മൾ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് തേയില, കാപ്പിപ്പൊടി, പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള അത്യാവശ്യമുള്ളതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും പരാതിയൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഞാൻ എടുത്ത് ഒതുക്കി കേട്ടോ. ഇനി ഇത് നമ്മൾ കഴുകി വെക്കുന്ന പാത്രമാണ്. ഈ ട്രേയിൽ ഉണങ്ങുന്ന പാത്രങ്ങൾ ഞാൻ അവിടെ എടുത്ത് വെക്കും. പിന്നെ ഇതൊക്കെ കുഞ്ഞി സോസറുകളും എളുപ്പം എടുക്കുന്നതാണ്. പിന്നെ കുക്കർ, പിന്നെ അത്യാവശ്യമുള്ള സ്പൂണും തവികളും ചട്ടുകം അങ്ങനെയുള്ളതൊക്കെയാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതാ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇവിടെ. ഇത് നമ്മുടെ ചപ്പാത്തിക്കല്ല്, ദോശക്കല്ല്, കുഞ്ഞ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അതിൻ്റെ അടിയിലുണ്ട്. ഇത് കുടിക്കുന്ന വെള്ളം. അപ്പോൾ ഇനി എൻ്റെ പ്രിയങ്ങൾ ആരും എന്നോട് വഴക്ക് പറയരുത്, എല്ലാം കൂടെ കൊണ്ട് നിരത്തി വെച്ചേക്കോ, എന്തിനാന്ന് ചോദിക്കരുത്. അത്യാവശ്യത്തിന്, വീട്ടിൽ അത്യാവശ്യം നമ്മൾ കൈകാര്യം ചെയ്യുന്ന പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ മിക്സിയും ഇൻഡക്ഷൻ കുക്കറും ഇവിടെ വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ വെട്ടുന്ന കത്രികയും ഗ്യാസിൻ്റെ ലൈറ്ററും അത്യാവശ്യം സ്പൂണും പിച്ചാത്തികളും ഒക്കെ ഇവിടെ വെച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇവിടെ എങ്ങും വാരി ഇട്ടിട്ടില്ല. പിന്നെ മിൽമയുടെ പാലിൻ്റെ കവറ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് കഴുകി ഉണക്കാനാണ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പാത്രം കഴുകാനുണ്ട്, നിങ്ങളത് നോക്കരുത്. ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ. നമുക്ക് അത്താഴമൊക്കെ കഴിച്ചിട്ട് ബാക്കി പാത്രങ്ങളൂടെയൊക്കെ അങ്ങ് കഴുകാം എന്ന് വിചാരിച്ചു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരുപാട്, ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിച്ചതാണ്, ചേച്ചി എനിക്ക് അയച്ചു തന്ന കുറച്ച് അവിടുത്തെയൊക്കെ കാഴ്ചകൾ. ഇംഗ്ലണ്ടിലാണ് ചേച്ചി. അപ്പോൾ ചേച്ചി അവിടുന്ന് ആപ്പിളുണ്ടായി നിൽക്കുന്നതും കുറേ അവിടുത്തെയൊക്കെ പൂക്കളുണ്ടായി നിൽക്കുന്നതൊക്കെ വീഡിയോ എനിക്ക് അയച്ചു തരുമായിരുന്നു. അപ്പം ആ ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി
ഇടയ്ക്ക് എന്നെ വിളിക്കും, കുറേ നേരം സംസാരിക്കും, ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ ചേച്ചി വിളിച്ചു, അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ എന്താ പറയുക, ഇതെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നു. ഒരു 5 മിനിറ്റ് തന്നേ ഉള്ളൂ ചായ കുടിക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ച് വന്നതേ ഉള്ളൂ. അപ്പം മോനിക്കുട്ടന് 2 ചപ്പാത്തി ഇരിപ്പുണ്ട്. അപ്പോൾ ചപ്പാത്തി ചൂടാക്കി കൊടുത്താൽ അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കപ്പ വേവിച്ചതും മീൻകറിയുണ്ട്. ഞാൻ ഇച്ചിരി ചോറിരിക്കുന്നത് ഒന്ന് ചൂടാക്കുക, വേറെ കറികളൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ കുക്കോടെ നിൽക്കുന്നു. പിന്നെ ജൂൺ 19 എന്ന് പറയുന്നത് നമ്മുടെ ആങ്ങളയ്ക്കൊക്കെ വീട് വെച്ച് 1 വർഷമായി കേട്ടോ. അമ്മയൊക്കെ അങ്ങോട്ട് താമസമാക്കിയിട്ട് 1 വർഷമായി. നമ്മൾ പാല് കാച്ചലൊക്കെ നടത്തി. നിങ്ങൾ അതിൻ്റെ വീഡിയോ എല്ലാം കണ്ടതാണ്. അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവെച്ചതാണ്. അപ്പോൾ 19-ാം തീയതി 1 വർഷമായി. ആ 1 വർഷത്തിനിടയ്ക്ക് നമ്മൾ എന്താ പറയുക, എന്തെല്ലാം അനുഭവിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തായാലും കയറി കിടക്കാൻ ഒരു ഇടമുണ്ടല്ലോ എന്ന് വിശ്വസിച്ചിട്ടാണ് എന്താ പറയുക, ബാധ്യതകൾക്കിടയിൽ ഞാനത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ആ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഏത് സമയവും നിലം പൊത്താവുന്ന രീതിയിലായിരുന്നു. എനിക്ക് സമാധാനത്തോടെ എൻ്റെ വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അമ്മ അവിടെ ഉണ്ട്. കാറ്റും മഴയും ഇടിയും കൊള്ളിയാനും ഒക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ അമ്മയെ ദിവസവും വിളിച്ചിവിടെ കിടത്താൻ അമ്മ ചിലപ്പോൾ അമ്മ വരും, ചിലപ്പോൾ അമ്മ വരില്ല. ഞാൻ അന്നേരം ഓർത്ത് എന്താണെന്നറിയാമോ, ഞാനിങ്ങനെ സേഫായിട്ടുള്ളവരുടെ കിടക്കുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിലും കൂടെ ഉള്ളതും കൂടെ ഒക്കെ എടുത്ത് നമുക്ക് വീട് പണി തീർക്കാം എന്ന് വിചാരിച്ച് നമ്മൾ എന്നിട്ട് തുടങ്ങിയതാണ്. 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടി. 6 ലക്ഷം രൂപയും കൂടെ ആയി ആ വീട് അത്രയും ചെയ്ത് തീർത്തപ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും, ഒരുപാട് വലിയ മോഡലിലും ഒന്നും അല്ല നമ്മൾ വീട് വെച്ച്. 2 മുറിയും ബാത്റൂമും ഹാളും അങ്ങനെയാണ് വെച്ചത്. പിന്നെ നമുക്ക് കുറച്ച് ഈടുകെട്ടൊക്കെ വന്നു. മൊത്തം ഇങ്ങനെ ഇടിഞ്ഞ് താഴോട്ട് പോയേക്കുമായിരുന്നു. അങ്ങനെ എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയാണ് അത്ര ഒരു ഇടം ഉണ്ടാക്കുന്നതിന് അന്ന് ചിലവായത്. അധികം ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് ഇറങ്ങി. എന്തായാലും 4 മാസം കൊണ്ട് അവിടെ ഒരു വീട് അത്രയൊക്കെ ഉണ്ടാക്കി നമ്മളവിടെ താമസമാക്കുകയും ചെയ്തു. അതിൻ്റെ 1-ാം വാർഷികമായിരുന്നു ജൂൺ 19-ന്. അപ്പം ഞാനത് തുടങ്ങുമ്പോഴും അതിൻ്റെ ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴും ഇവിടുത്തെ കാര്യത്തെ പോലല്ല, ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് പാല് കാച്ച് വരുന്നിടം വരെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ ദിവസവും എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി പ്രിയപ്പെട്ടവർ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ധൈര്യം തന്നവരുണ്ട്. ഒരു കുടുംബം പോലെ ഓരോ കാര്യങ്ങളും പങ്കുവെക്കുന്നത് കൊണ്ട് അത് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ അതങ്ങ് മറന്നുപോയി. അത് ഇന്നലെയല്ല, ഇപ്പൊ കഴിക്കാൻ വായോ? കഴിക്കേ ചൂടാക്കി വെച്ചു. ചൂട് വേണമെന്നില്ല. ഇപ്പൊ കണ്ടല്ലോ മൈഡിയ കുട്ടിച്ചാത്തൻ 3Dക്കകത്ത് കുട്ടിച്ചാത്തന്റെ മുടി ഇങ്ങനെ കിടക്കും. അമ്മയ്ക്ക് മീൻ മേടിച്ചോണ്ട് കൊടുക്കും. കഴിച്ചിട്ട് വരാം. ചോറ് വിളമ്പി, മീൻകറി വിളമ്പുന്നു. കപ്പ കഴിക്കണം, അതുകൊണ്ട് ഇച്ചിരി ചാറ് കൂടുതൽ എടുക്കുവാണേ. ഇതാണ് പ്രിയങ്ങളെ, കഴിക്കട്ടെ. എന്നത്തെ പോലെ എല്ലാവരോടും സ്നേഹം. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം.
നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ. ഓക്കെ, ബായ്, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.